നേട്ടം. ഇടുക്കി മൂന്നാർ ഇക്ക നഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രദേശത്തെ പൊതുജല സ്രോതസ്സിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കാൻ കുടുംബങ്ങൾക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്നും കാര്യക്ഷമമായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്നുമാണ് കുടുംബങ്ങളുടെ ആവശ്യം. വേനൽ കനത്തതോടെ മൂന്നാർ ഇക്ക നഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ക്രമീകരിച്ച പൊതുജല സ്രോതസ്സിൽ നിന്നാണ് കുടുംബങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം മുമ്പ് ലഭ്യമായിരുന്നത്. ഈ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും കുടുംബങ്ങൾ ഹോസുകളും പൈപ്പുകളും സ്ഥാപിച്ച് വെള്ളമെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ നിലവിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെ ഇവിടെ നിന്നും കുടിവെള്ളം ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി. குடிக்கிறதுக்கு தண்ணி கிடையாது. நாங்க எதுவும் இந்த தண்ணியை வாரதுல திணி பிடிச்சாங்க நாங்க பலமாடிக்கிட்டு இருக்கோம். ஒரு வீட்டுக்கு அந்த வீட்டுல எல்லாம் 5 பேர் குடிக்கணும் வைக்கணும். தண்ணி இருக்கா போகிறதுக்கு? தண்ணி மழை வந்தா அங்கே பெருகி கிடக்கு. அப்ப இந்த தண்ணி பெருகி கிடக்கு, இதை ஒரு உதவி செய்ய வேண்டாமா? நாங்க கச்சராவுக்கு போறோமா சண்டைக்கு? இல்லைன்னா அந்த புள்ள போக முடியுமா மேல டாங்கிக்கு? இல்லைன்னா அந்த கிழவி போக முடியுமா? அந்த கிழவர் போக முடியுமா? அவங்களா போய் போட்டுக்கிட்டதாக அவங்களா பிடிச்சுக்கிட்டதாக. எங்களுக்கு தண்ணியே கிடைக்கல. அதுக்குள்ள വസതിയെ பார்த்து കൊടുங்க. പൊതുകുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് ചെറിയ തുകയും കുടുംബങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. കുടിവെള്ള വിതരണം ക്രമീകരിക്കുന്നതിനായി ഒരു ജീവനക്കാരനെയും നിയമിച്ചിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെ കാര്യക്ഷമമായി കുടിവെള്ളം ലഭിക്കുവാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. അതിരുകൾ മായ്ച്ച് സ്നേഹത്തിന്റെ സംഗമവേദിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇഫ്താർ വിരുന്ന്. കോഴിക്കോട്ടെ സ്വകാര്യ